നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാസം പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. ഇതുവരെയും 1600 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞ മാസം സർക്കാരിൻ്റെ പ്രഖ്യാപന പ്രകാരം 2000 രൂപയാവുകയാണ്. ആ 2000 രൂപയും അതുപോലെ തന്നെ കഴിഞ്ഞ മാസം കുടിശ്ശികയുള്ള 1600 രൂപയും കൂടി 3600 രൂപ അവരുടെ അക്കൗണ്ടിൽ വരികയാണ്. എന്ന് മുതലായിരിക്കും ഈ ഒരു പെൻഷൻ പണം അവരുടെ അക്കൗണ്ടിൽ എത്തുക? അതുപോലെ തന്നെ പഞ്ചായത്ത് ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് പെൻഷൻ പണം മുടങ്ങുമോ? എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കണം? തുടർന്നും പെൻഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ അടുത്ത കാലങ്ങളിൽ പെൻഷൻ മുടങ്ങിയ ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് തുടർന്ന് പെൻഷൻ ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, പെൻഷൻ സംബന്ധമായിട്ടുള്ള അറിയിപ്പുകൾ, ആരോഗ്യ ഇൻഷുറൻസ് കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ എന്നിങ്ങനെയുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസുകൾ മാത്രമാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പെൻഷൻ പണം 3600 രൂപ മറ്റന്നാളത്തോടു കൂടി തന്നെ എല്ലാവരുടെയും അക്കൗണ്ടിൽ വരുന്നതാണ്. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. 19-ാം തീയതിയായിരിക്കും പണം എത്തുക എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. 400 രൂപ കൂട്ടിയ പെൻഷനായ 2000 രൂപയും കഴിഞ്ഞ മാസം കുടിശ്ശികയുള്ള 1600 രൂപയും കൂടി 3600 രൂപയായിരിക്കും അവർക്ക് ലഭിക്കുക. എന്നാൽ ഈ ഒരു കഴിഞ്ഞ 2-3 മാസങ്ങളിലായി സർക്കാർ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പെൻഷൻ മസ്റ്ററിങ്. അതുപോലെ തന്നെ വിധവ പെൻഷൻ വാങ്ങുന്നവർ ചെയ്യേണ്ട കാര്യമായിരുന്നു എല്ലാ വർഷവും നൽകേണ്ട സത്യാമൂലം, വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾക്കുള്ള വരുമാന സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ സർക്കാർ പറഞ്ഞ കാര്യങ്ങൾ യഥാസമയത്ത് ചെയ്ത ആളുകൾക്ക് മാത്രമായിരിക്കും മറ്റന്നാൾ പെൻഷൻ ലഭിക്കുകയുള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാം, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ യഥാസമയത്ത് തന്നെ നമ്മൾ അറിയിക്കാറുണ്ട്. അതിനെന്തെല്ലാം രേഖകളാണ് ആവശ്യമുള്ളതെന്നെല്ലാം കാര്യങ്ങളും നമ്മൾ അറിയിക്കാറുണ്ട്. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് പെൻഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്നും, അതല്ല പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് നോട്ടിഫിക്കേഷൻ വന്നു. നമ്മുടെ വാർഡുകളിലെല്ലാം സ്ഥാനാർത്ഥികളുമായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് അപ്രൂവൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു അവസരം നമ്മൾ പരമാവധി മുതലെടുക്കുക. പുതിയ പെൻഷൻ അപേക്ഷിക്കുക. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് വാർദ്ധക്യ പെൻഷൻ, വിധവാ പെൻഷൻ, കാർഷിക പെൻഷൻ, ഡിസബിലിറ്റി പെൻഷൻ പോലത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എല്ലാം ഏത് സമയത്തും വേണമെങ്കിലും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പുതിയ പെൻഷൻ അപേക്ഷിക്കുമ്പോൾ നമ്മൾ അർഹതയുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അല്ലാത്ത പക്ഷം നമ്മൾ വാങ്ങുന്ന ഓരോ പെൻഷനും ആ പെൻഷൻ പണം നമ്മൾ തിരിച്ചടയ്ക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് സർക്കാർ പറയുന്ന ഓരോ കാര്യങ്ങളും യഥാസമയത്ത് ചെയ്യുക എന്നുള്ളത്. നമുക്കറിയാം, പെൻഷൻ മസ്റ്ററിംഗ് ആയാലും ശരി, വിധവ പെൻഷൻ വാങ്ങുന്ന ആളുകൾ നൽകേണ്ട സത്യാമൂലങ്ങൾ, വരുമാന സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ എന്നിങ്ങനെ സർക്കാർ ഒരു സമയം നിശ്ചയിക്കും. ആ സമയത്ത് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ടൈം തെറ്റാതെ തന്നെ നമ്മൾ ചെയ്യുക. ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പോൾ പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും ആ പെൻഷൻ ലഭിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും അവർ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടി വരും. എന്നാൽ അവർ എന്നാണ് മസ്റ്ററിംഗ് നിർത്തിയത്, അതിനുശേഷം മുടങ്ങിയ പെൻഷൻ പിന്നീട് അവർക്ക് ലഭിക്കുകയില്ല. മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.